രാമ നാരായൺ രാമ. എല്ലാം മടിയടയായി സ്കൂളുകൾ സ്ഥാപിതമായിരിക്കുക, ശാസ്ത്രങ്ങൾ എഴുതിയിരിക്കുക, വിവിധ തരത്തിലുള്ള പ്രതിമകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. പറയപ്പെട്ടത് ദേവതകൾക്ക് വിദ്യ ദാനം ചെയ്യുന്നവൾ സാരസ്വതിയാണ്, അവളുടെ പൂജ നടത്തണം. രാജ്യത്തിൽ ഓർമ്മപ്പെടുത്തുന്നതിനായി വിവിധ തരത്തിലുള്ള പ്രതിമകൾ നിർമ്മിതമായിരിക്കുന്നു. മന്ത്രങ്ങൾ രൂപീകരിക്കപ്പെട്ടു. ഈ പ്രതിമയുടെ ധ്യാനം ഈ ബീജമന്ത്രത്താൽ നടത്തപ്പെടുന്നു. ഈ പ്രതിമയുടെ ഫലം ഇതാണ്. ഇതൊക്കെ പറയപ്പെട്ടു. ഇന്നും അതേ നയങ്ങൾ തുടരുന്നു. എങ്കിൽ പ്രകൃതിയുടെ യാഥാർത്ഥ്യ രൂപം എങ്ങനെ മനസ്സിലാക്കാം? അതിനായി ശ്രമം ആവശ്യമാണ്. കുമാരൻ ഒരു പ്രതിമ കഴിഞ്ഞ് മറ്റൊരു പ്രതിമ തിരഞ്ഞു പോകുന്നു. അവരും കൈകൾ ചേർത്ത് അവയുടെ പിൻബലത്തിൽ നിൽക്കുന്നു. വർഷങ്ങളോളം ഇതേ പാട് നടക്കുന്നു. എന്നാൽ ഇപ്പോൾ എന്ത് ചെയ്യണം? എന്ത് നേടണം? എവിടെ പോകണം? ഇതു ചെയ്യുമ്പോൾ പിന്നെ എന്ത് ലഭിക്കും? എവിടെ നിന്നും ലഭിക്കുമെന്നറിയില്ല. ജാപം ചെയ്യുമ്പോൾ അവസാനം മടിയുണ്ടാക്കും. ഇത്തരത്തിലുള്ള അനേകം കാര്യങ്ങളുണ്ട്. എത്ര മനോഹരവും എത്ര ബുദ്ധിമുട്ടുള്ളവയും ആ രൂപത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ഒരു സംവിധാനം.